നേരത്തെ തന്നെ പ്രതിഭാഗം വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അവർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ള നീക്കത്തിൽ കൂടിയാണ് 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പരിപാടിയിൽ വച്ച് നടത്തിയ പരാമർശം. ആ പരാമർശത്തിൽ അന്ന് നടിയുടെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിരുന്നില്ല. 4 മാസങ്ങൾക്ക് ഇപ്പുറമാണ് പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ പരാതിയുമായി സമീപിച്ചതിന് പിന്നിൽ ദുരുദ്ദേശം അല്ലെങ്കിൽ സംശയാസ്പദമാണ് അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ വേണമെന്നുള്ള കാര്യങ്ങളടക്കം പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് കാര്യങ്ങൾക്ക് ദുരുദ്ദേശത്തോടു കൂടിയല്ല ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം അവരെ അപമാനിക്കുന്ന, കരുതി കൂട്ടി അപമാനിക്കണം അല്ലെങ്കിൽ അധിക്ഷേപിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയല്ല ഇത് ചെയ്തത് എന്നുള്ളത് അടക്കം പ്രതിഭാഗം ചൂണ്ടിക്കാട്ടാനുള്ള ശ്രമമായിരിക്കും നടത്തുക. എന്തായാലും ഇനിയുള്ള കോടതി നടപടികൾ വളരെ പ്രധാനമാണ്. ജയിലിലേക്കാണോ ജാമ്യത്തിൽ പുറത്ത് ഇറങ്ങുമോ ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ്. ഇതിൽ വകുപ്പുകൾ കൂടി നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. 2 വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS 75-ന് പുറമെ തന്നെ IT ആക്ടും ചുമത്തിയിട്ടുണ്ട്. ഇത് 2 ജാമ്യമില്ലാ പ്രകാരമുള്ള കുറ്റങ്ങളാണ്. ഈ 2 ജാമ്യമില്ലാ വകുപ്പ് ആണ് സ്വാഭാവികമായിട്ടും ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോടതി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ കയ്യിൽ അത്തരത്തിലുള്ള തെളിവുകളുണ്ട്. അണിറോസ് തന്നെ നൽകിയിരിക്കുന്ന വീഡിയോകളും മറ്റ് കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ കൈമാറിയതാണ്. അതുണ്ട്, മറ്റ് പോലീസ് കളക്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ ഫോൺ, ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഇന്ന് കോടതി പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ എന്തായിരിക്കും? അതും പ്രധാനമാണ്. ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ നിർണായകമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CJN കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരണിലേക്ക് വരാം. കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. രാവിലെ കോടതിയിലെത്തിക്കുമെന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ ഏതാണ്ട് 12:30-ക്ക് ശേഷമാണ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. കോടതി നടപടിയിലേക്ക് അല്പസമയത്തിനകം കടക്കും. ജാമ്യമാണോ ജയിലാണോ എന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ തീരുമാനമാകും. കോടതിയിൽ എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേഗതയോടുകൂടി ഈ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ള തരത്തിൽ പ്രശംസ നേടിയ ഒരു കേസാണ്. സമീപകാലത്ത് ഇത്ര വേഗത്തിൽ ഈ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും പോലീസ് ഇത്ര ദ്രുതഗതിയിൽ കേസെടുത്തിരുന്നില്ല, ഇല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ഫാസ്റ്റായിട്ടുള്ള നീക്കങ്ങൾ നടന്നു എന്നതിൽ വലിയ പ്രശംസ നേരിടുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ തന്നെയായിരിക്കും കോടതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രോസിക്യൂഷൻ പ്രസന്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അണിറോസ് നൽകിയ പരാതിക്ക് പുറമെ ശേഖരിച്ച തെളിവുകളും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ 4 മാസം പറഞ്ഞു നിൽക്കാനോ ഇല്ലെങ്കിൽ പറഞ്ഞത് തമാശയായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കാനോ ബോബി ചെമ്മണ്ണൂരിന് ഈ 2 വകുപ്പുകൾ പ്രകാരവും സാധിക്കില്ല. ഒന്ന് ലൈംഗികാതിക്രമ കേസാണ്, മറ്റൊന്ന് IT ആക്ടാണ്. 2 കേസും ജാമ്യമില്ലാ കേസുകളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ്. ഇത്രയധികം തെളിവുകളുമുണ്ട്. മുൻകാലത്തെ ഈ 4 മാസം മാത്രമല്ല പരിഗണിക്കുക കോടതി, മുൻകാലത്തെ സംഭവങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളും തെളിവുകളുമെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വാദമായിരിക്കും നടക്കുക. എസ് ശരൺ ചേരുന്നുണ്ട്. കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം നമുക്ക് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. ശരണിലേക്ക് ആദ്യം. ശരൺ, കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എപ്പോഴായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുക? എന്തായാലും പ്രതിയായ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് കേസുകൾ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് തന്നെയാണ് ഇനി കോടതി പരിഗണിക്കുക. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എപ്പോഴായിരിക്കും ഇതെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ കഠിനമായിട്ടുള്ള അതിവേഗത്തിലുള്ള പോലീസ് നടപടികളിലൂടെയാണ് ഈ കേസ് പ്രമാദമായി മാറിയിരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ്
പോലീസ് ആക്ട് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതിവേഗത്തിൽ തന്നെ എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലിനിടെ ഒരേ കാര്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴോട് പറഞ്ഞതാണ് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം മുതൽ ബോബി ചെമ്മണ്ണൂർ എന്താണ് പറഞ്ഞത്, ദുരുദ്ദേശത്തോടെ അല്ല തന്റെ ഇത്തരത്തിലൊരു പരാമർശം എന്നുള്ള കാര്യത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു കാര്യം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം ഉന്നയിലേക്ക് പോകാനായിരിക്കും പ്രതിഭാഗത്തിന്റെ നീക്കം നടത്തുക. ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകനായ വി രാമൻപിള്ള തന്നെയാണ് ശരൺ